എന്നാലും തന്നെ എനിക്ക് മനസ്സിലായില്ല. എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാൻ ബാലരാമപുരത്ത് വിക്രമൻ. അപ്പൊ മുത്തു എന്തി? മുത്തു ബാലരമേന്ന് വിക്രമൻ വന്നു പറഞ്ഞു. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ ബാലരാമപുരത്ത് വിക്രമൻ. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവൻ. എന്നാ തേക്കാത്തെ? ഭയങ്കര നീറ്റിലറിയോ? അയ്യോ പൊടിഞ്ഞ നീറ്റില്ല. എടോ എന്നാലും തന്നെ എനിക്ക് അങ്ങോട്ട് മനസ്സിലായി. എന്നെ മനസ്സിലായില്ലേ? ഇല്ല. സത്യം പറഞ്ഞാൽ ഞാനൊരു ഫോട്ടോയുടെ പിന്നിലെ കഥ അന്വേഷിച്ചാ വന്നത്. താൻ മണ്ടനാണോ? അതിനാ ആ ഫോട്ടോ തിരിച്ചു നോക്കിയ പോലെ എന്റെ കഥ അറിയത്തില്ല. ഇല്ല, അതല്ല. പിന്നെ ദാണ്ട് ഈ ഫോട്ടോ കണ്ടോ? ആ. ഈ ഫോട്ടോ കാണുന്ന പുള്ളിക്കാരനെ ചേട്ടന്റെ വീട്ടിൽ കണ്ടിട്ടുണ്ടോ? എടോ ജെമിനി ആപ്പിലെടുത്ത് എന്റെ ഫോട്ടോയാന്നാ പറഞ്ഞു. ആണോ? അപ്പൊ ഈ നിൽക്കുന്ന ആരാ? അത് ജെമിനി തന്നതാ. ഈ ജെമിനി തന്ന പെണ്ണില്ലേ, ആ. ആ പെണ്ണിന്റെ ഭർത്താവാണ് ഞാൻ. കണ്ടോ, ജെമിനി വരെ എന്നെ ചതിച്ച്. ഞാനൊരു കപ്പിൾ ഫോട്ടോ ചോദിച്ചപ്പോ 2ാം കെട്ടിലെ പെണ്ണിനെ എനിക്ക് തന്നു. യാക്കിനി ജെമിനി കപ്പും കൊണ്ട് തരാം. എടാ, ജെമിനി ആപ്പ് വഴി ആപ്പിലായതല്ലേ നിനക്ക് അറിയത്തുള്ളൂ. ആ. രജനി വഴി നീ ആപ്പിലായത് നിനക്ക് അറിയാവോ? ഇല്ല. അറിയത്തില്ലേ? ഇല്ല. എന്നാ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. എടി രജനി, രജനിയോ? എടി രജനിയെ, എന്തുവാ നീ ഇങ്ങോട്ട് വന്നേ. നീ വാ ഇങ്ങോട്ട് വാ. എന്തോന്ന് വെച്ചാ എന്തോ നിങ്ങൾ ഇവിടെ കിടന്ന് വാ വച്ചിരിക്കണത്? അതെങ്ങനെ ഇരിക്കാൻ പറ്റും? വാ വെച്ചൊന്നും ഇരിക്കാൻ പറ്റത്തില്ല ഒച്ചേ. അതല്ലെന്ന്, നിങ്ങൾ എന്തിനു ഇവിടെ കിടന്ന് പൊളക്കണേന്ന്. അതോ ഈ പുള്ളിക്കാരനെ കണ്ടോ? നമസ്കാരം. അങ്ങോട്ടൊന്ന് ചേർന്ന് നിന്നേ. എന്തോന്ന്? ചേർന്ന് നിക്കാൻ. ഒരു അന്യ പുരുഷന്റെ അടുത്ത് കുടുംബത്തിൽ പറഞ്ഞ എന്നെ ചേർന്ന് നിക്കാൻ. ചേട്ടൻ ഇങ്ങോട്ടൊന്ന് ചേർന്ന് നിന്നേ. ഇതിൽ കൂടുതൽ ഞാനിനി എന്തോ ചെയ്യാനായിരുന്നു.